നമസ്കാരം. ഇന്ത്യയെ വെല്ലുവിളിച്ചാൽ അധികം വൈകാതെ അജ്ഞാതരെത്തും. പാകിസ്ഥാനിലെ ഇന്ത്യാവിരുദ്ധ ഭീകരർ ഞെട്ടലിലാണ്. ലഷ്കർ-ഇ-തൊയ്ബയുടെ സഹസ്ഥാപകനും കൊടും ഭീകരനുമായ അമീർ ഹംസയ്ക്ക് നേരെ ലാഹോറിൽ നടന്ന വധശ്രമം ഭീകരവാദ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ വഴി ഇന്ത്യ നൽകിയ തിരിച്ചടിക്ക് പ്രതികാരം ചെയ്യുമെന്ന് ലഷ്കർ കമാൻഡർമാർ വീരവാദം മുഴക്കി മണിക്കൂറുകൾക്കകമാണ് അജ്ഞാത തോക്കുധാരികൾ ഹംസയെ തേടിയെത്തിയത്. ബോളിവുഡ് ചിത്രം ദുരന്തർ 2-വിലെ ആവേശകരമായ രംഗങ്ങളെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു വ്യാഴാഴ്ച ലാഹോറിൽ നടന്ന ആ ആക്രമണം. ഒരു TV പരിപാടി കഴിഞ്ഞ് ചാനൽ ഓഫീസിന് പുറത്തിറങ്ങിയ ഹംസയുടെ കാറിന് നേരെ ബൈക്കിലെത്തിയ 2 അജ്ഞാതർ തുരുതുര വെടിയുതിർക്കുകയായിരുന്നു. കൃത്യമായ പ്ലാനിങ്ങോടെ എത്തിയ ഇവർ വെടിയുതിർത്ത ശേഷം മിന്നൽ വേഗത്തിൽ അപ്രത്യക്ഷരായി. തോളിൽ വെടിയേറ്റ ഹംസ നിലവിൽ സൈനിക ആശുപത്രിയിൽ ISIയുടെ കനത്ത കാവലിൽ മരണത്തോട് പൊരുതുകയാണ്. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നോട്ടപ്പുള്ളിയായ ഹംസ വെറുമൊരു ഭീകരനല്ല. 2005-ൽ ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന് നേരെ നടന്ന ഭീകരാക്രമണത്തിന്റെ ബുദ്ധികേന്ദ്രം ഹംസയായിരുന്നു. ലഷ്കറിന്റെ രാഷ്ട്രീയ വിഭാഗത്തിന്റെയും പ്രസിദ്ധീകരണങ്ങളുടെയും അമരക്കാരനായിരുന്ന ഇയാൾ ഭീകരവാദ ആശയങ്ങൾ കുത്തിവെക്കുന്നതിൽ മിടുക്കനാണ്. 2012-ൽ അമേരിക്ക ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച ഹംസ ഹാഫിസ് സയ്യിദിന്റെ വലം കൈ കൂടിയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഹംസയ്ക്ക് നേരെ നടക്കുന്ന രണ്ടാമത്തെ വധശ്രമമാണിത്. ലഷ്കർ കമാൻഡർ സൈഫുള്ള ഹസൂരി, ഹാഫിസ് തൽഹ സയ്യിദ് തുടങ്ങിയ മുൻനിര നേതാക്കളെല്ലാം ഇപ്പോൾ ഭീതിയിലാണ്. അപകടം സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് തടി തപ്പാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പാക് മണ്ണിൽ ഭീകരർക്ക് ഇനി സുരക്ഷിത താവളങ്ങളില്ലെന്ന് ഈ ആക്രമണം തെളിയിക്കുന്നുണ്ട്. ലഷ്കർ, ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ഓരോരുത്തരായി അജ്ഞാതരുടെ വെടിയുണ്ടകൾക്ക് ഇരയാകുന്നത് പാകിസ്ഥാൻ സർക്കാരിനെയും ISIയെയും ഒരുപോലെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ഇന്ത്യയുടെ മണ്ണിൽ ചോര വീഴ്ത്തിയവർക്ക് ഇനി സമാധാനമായി ഉറങ്ങാൻ കഴിയില്ലെന്ന ശക്തമായ സന്ദേശമാണ് ലാഹോറിലെ തെരുവുകളിൽ നിന്ന് ഉയരുന്നത്. തോക്കുധാരികൾ അജ്ഞാതരാണെങ്കിലും അവരുടെ ലക്ഷ്യം കൃത്യമാണെന്നതാണ് പാകിസ്ഥാനെ കുഴയ്ക്കുന്നത്. എന്തായാലും ഇന്ത്യക്കെതിരെ തിരിയുന്ന ഭീകരർക്കെല്ലാം ഈ ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ 2-3 വർഷമായി നോക്കിയാൽ അറിയാം, എല്ലാവരും തന്നെ അജ്ഞാതരാൽ കൊല്ലപ്പെടുകയാണ്. ഇതിൽ അവസാനത്തെ വധശ്രമമാണ് ഇന്നിപ്പോൾ നടന്നിരിക്കുന്നത്. എന്തായാലും ഈ അജ്ഞാതരെ പേടിച്ചാണ് ഇപ്പോൾ ഭീകരർ കഴിയുന്നത് എന്ന് വേണം പറയാം. ജനങ്ങൾ കൂട്ടത്തോടെ നിൽക്കുന്ന സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസംഗവേദിയിലാണെങ്കിൽ പോലും ഒരു സൈക്കിളിലൂടെ വന്ന് അജ്ഞാതർ നിറയൊഴിച്ചു പോകുന്ന അവസ്ഥയാണ് കാണുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ഇന്ത്യക്കെതിരെ പോരടിക്കുന്ന ഭീകരർ കൂട്ടത്തോടെ രംഗത്തെത്തിയത്. അതിന് പിന്നാലെ തന്നെ ഓരോരുത്തരായി മരണപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്നാൽ ഇതിനൊക്കെ പിന്നിൽ ആരാണ് എന്ന കാര്യത്തിൽ സംശയിക്കുകയാണ് പാകിസ്ഥാൻ. കമാൻഡർമാരടക്കം ഇപ്പോൾ കൊല്ലപ്പെടുന്ന അവസ്ഥയാണുള്ളത്.